അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുമായി ബന്ധപ്പെട്ട് ധാരാളം ആയാത്തുകൾ പരിശുദ്ധ ഖുർആനിൽ കൊണ്ടുവന്നത് കാണാം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, തീർച്ചയായും അല്ലാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹു മുത്തഖീങ്ങളുടെ കൂടെയാണ്. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ മഅയ്യത്ത് അത് മുത്തഖീങ്ങൾക്കുണ്ടാകും എന്നെല്ലാം അല്ലാഹു പറയുന്നുണ്ട്. വളരെ പ്രസക്തമായ വിശ്വാസികൾ ഒന്നാമതായിട്ട് പ്രാമുഖ്യം കൊടുക്കേണ്ട ഒരു കാര്യം തഖ്വ എന്നാൽ ഒന്നാമതായി ഇബാദാത്തുകൾ അള്ളാഹുവിന് മാത്രമാക്കി തീർക്കലാണ്. അതില്ലാത്ത തഖ്വയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ യഥാവിധം അംഗീകരിക്കലാണ് തഖ്വ. അല്ലാഹുവല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഇബാദത്തിന് അർഹനായിട്ട് ആരും തന്നെയില്ല. അതെത്ര വലിയ മലക്കാണെങ്കിലും നബിയാണെങ്കിലും റസൂലാണെങ്കിലും വലിയാണെങ്കിലും അല്ലാഹുവല്ലാത്തവരോട് ഇബാദാത്തുകൾ അർപ്പിക്കുക എന്നുള്ളത് പാടില്ല. അതാണ് തഖ്വ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ കലിമത്തു തഖ്വ, തഖ്വയുടെ വാക്യം എന്ന് പേര് പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു ഫഅൻസലല്ലാഹു സക്കീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും സത്യവിശ്വാസികളുടെ മേലും അവൻ്റെ പ്രത്യേകമായ സമാധാനം ഇറക്കി. വഅൽസമഹും കലിമത്തത് തഖ്വ, തഖ്വയുടെ വാക്യത്തെ സ്വീകരിക്കാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തു. അവിടെ കലിമത്തു തഖ്വ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇബാദത്തിന് അർഹനായിട്ട് ആരും തന്നെയില്ല എന്നുള്ള കലിമത്തു തൗഹീദാണ് അതുകൊണ്ട് അർത്ഥം എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞു. വകാനു അഹഖ ബിഹാ വഅഹ്ലഹ, അവിശ്വാസികൾ അവരാണ് അതിനേറ്റവും അർഹരായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകൾ. വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ, അല്ലാഹു എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ മുറുകെ പിടിക്കലാണ് തഖ്വയുടെ പ്രഥമമായ പാഠം. അതില്ലാതെ തഖ്വയില്ല. പരിശുദ്ധ ഖുർആൻ ഫാത്തിഹ മുതലെടുത്ത് പാരായണം ചെയ്താൽ ആദ്യമായിട്ട് വരുന്നതായ കൽപ്പനയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. അല്ലാഹു പറഞ്ഞു യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഇബാദത്ത് എന്നുള്ള പദം അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് എവിടെയെല്ലാം വരുന്നുവോ അതിന് ഭാഷാപരമായി തന്നെ അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണത് എന്നുള്ള അർത്ഥം ഉണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചത് കാണാം. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചതായ നിങ്ങളുടെ റബ്ബിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് യഥാവിധം തഖ്വ വേണമെങ്കിൽ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിയാകണമെങ്കിൽ തൗഹീദ് ഒന്നാമതായിട്ട് നിങ്ങൾ പരിഗണിച്ചിരിക്കണം. ഒരാൾ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, ദിനേന പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, മുഹീദ്ദീൻ ഷേഖിനെ വിളിച്ചുകൊണ്ടാണ് ആവലാദികൾ പറയുന്നതെങ്കിൽ, അഭയദേട്ടം ബദരീങ്ങളുടെ മേലാണെങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹ് അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു, അവൻ കുഫർ ചെയ്തിരിക്കുന്നു എന്നുള്ളതിൽ അഹ്ലുസുന്നത്തിന്റെ ഒരു ഉലമാഇനും സംശയമില്ല. ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തിയാൽ, അല്ലാഹു അല്ലാത്തവരിൽ അഭയം തേടിക്കഴിഞ്ഞാൽ, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച അർപ്പിച്ചാൽ, അറിവ് നടത്തിയാൽ അത് വലിയ ശിർക്കാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത ഖണ്ഡിതമായ കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസികൾ ഒന്നാമതായി എത്ര നമസ്കരിക്കുന്നവരാകട്ടെ, നോമ്പെടുക്കുന്നവരാകട്ടെ, സക്കാത്ത് കൊടുക്കുന്നവരാകട്ടെ, തൗഹീദ് ശരിയാകുന്നില്ല എങ്കിൽ തഖ്വ യാഥാർത്ഥ്യവൽക്കരിക്കാൻ സാധിക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകളുണ്ട്, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ്. അഹ്ലുസുന്നയുടെ മുൻഗാമികളായ സലഫു സാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ കൗലുകളിലേക്ക് മടങ്ങിയിരുന്നുവെങ്കിൽ അവർ ഈ വലിയ അബദ്ധത്തിൽ ചെന്നുപെടുമായിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പഠിപ്പിച്ച കാര്യമാണ്. അല്ലാഹു അല്ലാത്തവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇബാദാത്തുകൾ അത് ശിർക്ക് തന്നെയാണ്, അത് കുഫർ തന്നെയാണ്. അതുകൊണ്ട് തഖ്വയാർജിക്കണമെങ്കിൽ ഒന്നാമതായി തൗഹീദ് മുറുകെ പിടിക്കാൻ വിശ്വാസികൾ സന്നദ്ധരാകേണ്ടതുണ്ട്. അത് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടുകാരുണ്ടാകാം, കുടുംബക്കാരുണ്ടാകാം, സഹോദരങ്ങളുണ്ടാകാം, നമ്മുടെ അയൽവാസികളുണ്ടാകാം. ധാരാളം ആളുകൾ ഈ കെണിയിൽപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു നാം ഏവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന് പൂർണ്ണമായി അവൻ്റെ തൃപ്തിയിൽ ഇബാദത്തുകൾ അർപ്പിക്കുന്ന
യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.